നമസ്കാരം. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ഇന്നത്തെ പ്രധാന വാർത്തകൾ നോക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ജില്ലാ പഞ്ചായത്തിലേക്ക് സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം 161 സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു. ശബരിമലയിലെ സ്വർണം കട്ടക്കേസിൽ പ്രതിയായ മുൻ MLA-യെ CPM സംരക്ഷിക്കുകയാണെന്ന് AICC സെക്രട്ടറി TN പ്രതാപൻ. കഴിഞ്ഞ 20 വർഷമായി മുരടിച്ചുപോയ പ്രദേശമാണ് അഴീക്കോടെന്നും പ്രതാപൻ. പാലിയക്കരയിൽ ഇരുചക്ര വാഹനങ്ങൾക്ക് മുകളിലേക്ക് ക്രെയിൻ മറിഞ്ഞു. ക്രെയിൻ മറിയുന്നത് കണ്ട ആളുകൾ ഓടിമാറിയത് മൂലം വൻ അപകടം ഒഴിവായി. വാർത്തകൾ വിശദമായി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ജില്ലാ പഞ്ചായത്തിലേക്ക് സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. ജില്ലാ പഞ്ചായത്തിലെ 30 ഡിവിഷനുകളിലായി 89 പുരുഷന്മാരും 72 സ്ത്രീകളും ഉൾപ്പെടെ 161 പേരുടെ നാമനിർദ്ദേശ പത്രികകളാണ് വരണാധികാരിയായ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന് ലഭിച്ചത്. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം 161 സ്ഥാനാർത്ഥികളുടെയും നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് അടക്കമുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി വെള്ളിയാഴ്ച അവസാനിച്ചിരുന്നു. കോർപ്പറേഷൻ പരിധിയിലെ 56 ഡിവിഷനുകളിലായി 165 പുരുഷന്മാരും 174 സ്ത്രീകളും ഉൾപ്പെടെ 339 പേർ പത്രിക സമർപ്പിച്ചു. 7 നഗരസഭകളിലായി 650 പുരുഷന്മാരും 760 സ്ത്രീകളും ഉൾപ്പെടെ 1410 പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. 16 ബ്ലോക്ക് പഞ്ചായത്തുകളിലായി 1059 പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇതിൽ 513 പുരുഷന്മാരും 546 സ്ത്രീകളും ഉൾപ്പെടും. തൃശൂർ ജില്ലയിലെ 86 ഗ്രാമപഞ്ചായത്തുകളിലായി 3729 പുരുഷന്മാരും 4456 സ്ത്രീകളും ഉൾപ്പെടെ 8185 പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി 24-ന് ഉച്ചകഴിഞ്ഞ് 3 വരെയാണ്. ശേഷം റിട്ടേണിംഗ് ഓഫീസർ സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രസിദ്ധീകരിക്കും. മലയാളം അക്ഷരമാല ക്രമത്തിലാണ് സ്ഥാനാർത്ഥികളുടെ പേര് പട്ടികയിൽ ഉൾപ്പെടുത്തുക. റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസിലും ബന്ധപ്പെട്ട പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഓഫീസിലും മത്സര രംഗത്തുള്ളവരുടെ പട്ടിക പരസ്യപ്പെടുത്തും. മീഡിയ ടൈം, തൃശൂർ. ശബരിമലയിലെ സ്വർണം കട്ടക്കേസിൽ പ്രതിയായ മുൻ MLA-യെ CPM സംരക്ഷിക്കുകയാണെന്ന് AICC സെക്രട്ടറി TN പ്രതാപൻ പറഞ്ഞു. അഴീക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ MLA ആയ മുൻ CPM ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ശബരിമലയിൽ നിന്നും സ്വർണം കൊള്ള ചെയ്ത് മാർക്സിസ്റ്റ് നേതാക്കന്മാർ അവരുടെ വീടുകളിൽ കൊണ്ടുപോയി ഒളിപ്പിച്ച് ഈ രാജ്യത്തെ ഭക്തജനങ്ങളെ കൊള്ളയടിച്ച CPM-ന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൊടും ക്രൂരതയ്ക്കെതിരെ അതിശക്തമായ പ്രതിഷേധം ഈ കൺവെൻഷനിൽ ആദ്യം തന്നെ നിങ്ങളെല്ലാവരുടെയും പേരിൽ പ്രകടിപ്പിക്കാൻ അവസരം വിനിയോഗിക്കുകയാണ്. നമ്മളെല്ലാവരും ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന എന്തിനാണെന്ന് അറിയാം. ഈ ഡിസംബർ മാസം 11-ാം തീയതി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും. കഴിഞ്ഞ 20 വർഷമായി തലതിരിഞ്ഞ വികസന പ്രവർത്തനങ്ങൾ മൂലം മുരടിച്ചുപോയ പ്രദേശമാണ് അഴീക്കോട്. ജില്ലാ പഞ്ചായത്ത് ഉടമസ്ഥതയിലുള്ള ജങ്കാർ ഉപ്പുവെള്ളം കയറി കാഞ്ഞിരപ്പുഴയിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രതാപൻ പറഞ്ഞു. KPCC എക്സിക്യൂട്ടീവ് അംഗം MK അബ്ദുസ്സലാം മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റിന്റെ ചാർജുള്ള PK ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. പാലിയക്കരയിൽ ഇരുചക്ര വാഹനങ്ങൾക്ക് മുകളിലേക്ക് ക്രെയിൻ മറിഞ്ഞു. ടോൾ പ്ലാസയ്ക്ക് സമീപം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ പഴയ വെയ് ബ്രിഡ്ജിന്റെ സാമഗ്രികൾ നീക്കുന്നതിനിടെയാണ് അപകടം. ക്രെയിൻ മറിയുന്നത് കണ്ട ആളുകൾ ഓടിമാറിയത് മൂലം വൻ അപകടം ഒഴിവായി. ശനിയാഴ്ച രാത്രി 9:30-യോടെയായിരുന്നു അപകടം. സമീപത്ത് നിർത്തിയിട്ട ബൈക്കിലും സ്കൂട്ടറിലേക്കുമാണ് ക്രെയിൻ മറിഞ്ഞത്. ഇരുചക്ര വാഹനങ്ങൾ പൂർണ്ണമായും തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ബ്രിഡ്ജിന്റെ സാമഗ്രികൾ മാറ്റുന്നത് കാണാൻ നിരവധി പേരാണ് ഉണ്ടായിരുന്നത്. സമീപത്തെ ചായക്കടയിൽ വന്നവരും ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ക്രെയിൻ മറിയുന്നത് കണ്ടയുടനെ എല്ലാവരും ഓടി മാറുകയായിരുന്നു. രാത്രിയിൽ യാതൊരുവിധ സുരക്ഷാ സംവിധാനവുമില്ലാതെയാണ് ക്രെയിൻ ഉപയോഗിച്ച് പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. 2 ക്രെയിനുകൾ എത്തിച്ചാണ് അപകടത്തിൽപ്പെട്ട ക്രെയിൻ ഉയർത്തിയത്. മീഡിയ ടൈം, തൃശൂർ.
അതിരപ്പള്ളിയിൽ കാട്ടാനക്കൂട്ടം ക്രിസ്ത്യൻ പള്ളിയിൽ നാശനഷ്ടം വരുത്തി. പ്ലാന്റേഷൻ 1-ാം ബ്ലോക്കിലെ സെന്റ് തോമസ് പള്ളിയിലാണ് നാശം വരുത്തിയത്. വാതിൽ ചവിട്ടി അകത്തുകടന്ന ആനക്കൂട്ടം ബെഞ്ചുകളും അലമാരിയും തകർത്തിട്ടുണ്ട്. പള്ളിക്കകത്തുണ്ടായ സാധനങ്ങളെല്ലാം വാരി വലിച്ചിട്ട നിലയിലാണ്. ശനിയാഴ്ച രാവിലെയാണ് വിവരം അറിഞ്ഞത്. ഞായറാഴ്ച മാത്രമാണ് ഇവിടെ ദിവ്യബലിയുള്ളൂ. ബാക്കി ദിവസങ്ങളിൽ പള്ളി അടച്ചിടുകയാണ് പതിവ്. ആംബുലൻസിന്റെ ചില്ല് ജാക്കി ലിവർ കൊണ്ട് അടിച്ചു പൊട്ടിക്കുകയും ഡ്രൈവറെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കേസിലെ പ്രതി റിമാൻഡിൽ. മേത്തല ചാലക്കുളം സ്വദേശി ഈശ്വരമംഗലത്ത് വീട്ടിൽ രഞ്ജിഷ് എന്നയാളെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. മതിലകം പുതിയകാവ് VKR ആശുപത്രിയിൽ നിന്നും 3 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെയും കൊണ്ട് കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിലേക്ക് വരികയായിരുന്ന ആംബുലൻസ് കൊടുങ്ങല്ലൂർ ചന്തപ്പുരയിൽ വെച്ച് പ്രതി ഓടിച്ചിരുന്ന ഓട്ടോ ടാക്സിയുടെ സൈഡിൽ തട്ടിയിരുന്നു. ആംബുലൻസിൽ രോഗിയുള്ളതിനാൽ അവിടെ നിർത്തിയിരുന്നില്ല. ഇതിനെ തുടർന്നുള്ള വൈരാഗ്യത്താലാണ് പിന്തുടർന്നെത്തി ആംബുലൻസ് ഇയാൾ ആക്രമിച്ചത്. കവർച്ച കേസിലെ പിടികിട്ടാപ്പുള്ളിയെ ചെന്നൈ വിമാനത്താവളത്തിൽ നിന്നും അറസ്റ്റ് ചെയ്തു. മാള ഗുരുതിപ്പാല സ്വദേശി ആനപ്പാട്ട് വീട്ടിൽ നിബിൻ 35 വയസ്സാണ് അറസ്റ്റിലായത്. ദുബായിൽ നിന്ന് നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കവെയാണ് പിടികൂടിയത്. പിടികിട്ടാപ്പുള്ളി വാറന്റ് പുറപ്പെടുവിച്ച 2010-ലെ ചാലക്കുടി പോലീസ് സ്റ്റേഷനിലെ കേസിലാണ് അറസ്റ്റ്. ചാലക്കുടി പോലീസ് സ്റ്റേഷനിലെ 2010-ലെ കവർച്ച കേസിൽ പിടികിട്ടാപ്പുള്ളി വാറന്റും 2020-ൽ ആളൂർ പോലീസ് സ്റ്റേഷനിലെ അടിപിടി കേസിലും മാള പോലീസ് സ്റ്റേഷനിലെ വധശ്രമ കേസിലും 2024-ൽ മാള പോലീസ് സ്റ്റേഷനിലെ വധശ്രമ കേസിലും ജാമ്യമില്ലാ വാറന്റുള്ളയാളാണ് നിബിൻ. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൊടകര ആസ്ഥാനമായുള്ള ശിവം ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വട്ടേക്കാട് തപോവനം ശ്രീ ദക്ഷിണാമൂർത്തി വിദ്യാപീഠം നവഗ്രഹ ശിവക്ഷേത്രത്തിൽ അഗ്നിധ്യാനക്രിയ നടന്നു. ഈ മാസം 30 മുതൽ ഡിസംബർ 7 വരെ ചെന്നൈയിലെ ആവടി ശക്തിവിനായക ക്ഷേത്രത്തിൽ നടക്കുന്ന ലക്ഷ്മി കുബേര മഹായാഗത്തിന്റെയും മഹാരുദ്രത്തിന്റെയും ഭാഗമായാണ് വട്ടേക്കാട് തപോവനത്തിൽ അഗ്നിധ്യാനക്രിയ നടന്നത്. അഗ്നിധ്യാനത്തിന് പെരുമ്പടപ്പ് ഹൃഷികേശൻ സോമയാജിപ്പാട്, ശിവം ഫൗണ്ടേഷൻ മുഖ്യാചാര്യൻ ഡോക്ടർ അശ്വിനി ദേവ് തന്ത്രി തുടങ്ങിയവർ കാർമ്മികത്വം വഹിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ജില്ലാ പഞ്ചായത്തിലേക്ക് സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം 161 സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു. ശബരിമലയിലെ സ്വർണം കട്ടക്കേസിൽ പ്രതിയായ മുൻ MLA-യെ CPM സംരക്ഷിക്കുകയാണെന്ന് AICC സെക്രട്ടറി TN പ്രതാപൻ. കഴിഞ്ഞ 20 വർഷമായി മുരടിച്ചുപോയ പ്രദേശമാണ് അഴീക്കോടെന്നും പ്രതാപൻ. പാലിയക്കരയിൽ ഇരുചക്ര വാഹനങ്ങൾക്ക് മുകളിലേക്ക് ക്രെയിൻ മറിഞ്ഞു. ക്രെയിൻ മറിയുന്നത് കണ്ട ആളുകൾ ഓടിമാറിയത് മൂലം വൻ അപകടം ഒഴിവായി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.